ശ്രീമതി ശാന്തി ഭാസി നമ്മുടെ മനോഹരമായ ഗാനം ആലപിച്ച സതീഷിനെ ഒരു പൊന്നാട അണിയിക്കുകയാണ്. വാർഡ് കമ്മിറ്റിന്റെ 4 മണിക്ക് അടുത്തതായി നമ്മുടെ കവിയരങ്ങ് ആരംഭിക്കുകയാണ്. കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കവി ഡോക്ടർ ശ്രീ രാവണി അവர்களെ നമുക്കെല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വന്ദനം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വന്ദനം. വാസ്തവത്തിൽ ഇത് ഈ കാര്യപരിപാടി തയ്യാറാക്കുന്ന സമയത്ത് ഈ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വരില്ല കുറച്ച് ബന്ധപ്പാട് ഉള്ളതുണ്ട്. അപ്പം ഇന്ന് രാവിലെ ടീച്ചർ വിളിച്ചപ്പോൾ ആണ് വരാൻ തീരുമാനിച്ചത്. ചാൽപ്പൊടി എന്നെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഞാൻ കയറി പറ്റിയ ഒരാളാണ് ഈ പ്രോഗ്രാമിൽ എന്നാണ് പറയുന്നത്. കെ വി പീതാംബരൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് ഈ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെ വളരെ വൈകാരികമായൊരു കാര്യമാണ്. വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിച്ച ആൾക്കാരാണ് കെ വി പീതാംബരൻ. പീതാംബരൻ ഇവിടെ നാട്യ മേഖലയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന കാലത്ത് ജില്ലവാരമൊന്നല്ലാത്ത ഒരു കാലത്ത് അദ്ദേഹത്തെ എൻ്റെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ആ അത്യുഗ്രമായ പ്രസംഗം എൻ്റെ നാട്ടുകാരെ കേൾപ്പിക്കാൻ മുൻകൈയെടുത്ത ഒരാളാണ് ഞാൻ. പീതാംബരൻ ഗ്രന്ഥശാല പ്രവർത്തനത്തിലും കലാസമിതി പ്രവർത്തനത്തിലും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലും സവിശേഷമായ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്തൊക്കെ ഈ തരത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് ഞങ്ങളൊക്കെ പലതവണ വിളിച്ചുകൊണ്ടുപോയി പരിപാടികൾ നടത്തിയിട്ടുമുണ്ട്. വളരെ വേദനിപ്പിച്ച ഒരു വേർപാടാണ് സഖാവ് പീതാംബരൻ്റേത്. പീതാംബരൻ്റെ പേരിലുള്ള വായനശാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ വീട്ടുമുറ്റ സദസ്സുകൾ കേരളത്തിലെമ്പാടും നടന്നു വരികയാണ്. ലൈബ്രറി പ്രവർത്തകർ ലൈബ്രറിക്ക് അകത്തിരുന്ന് പ്രവർത്തിക്കുന്നതിന് പകരം ജനങ്ങളിലേക്ക് വരുന്നു, ആളുകളെ വിളിച്ചു കൂട്ടുന്നു, വായനയുമായി ബന്ധപ്പെട്ടോ സംസ്കാരവുമായി ബന്ധപ്പെട്ടോ ആയ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ചെറുതും വലുതുമായ ഒട്ടേറെ വീട്ടുമുറ്റ സദസ്സുകൾ നടക്കുന്നുണ്ട്. വളരെ നല്ല ഉദ്ദേശത്തിലാണ് അവർ വായനശാല കെട്ടിടം വിട്ട് ജനങ്ങളിലേക്ക് എന്ന നിലയ്ക്കുള്ള ഈ പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനത്തിൽ ആദ്യമായി പങ്കെടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഒരു വീട്ടുമുറ്റ സദസ്സിൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ആദ്യാനുഭവത്തിൻ്റെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഒട്ടേറെ സുഹൃത്തുക്കൾ വേദിയിലും സദസ്യമായിട്ടുമുണ്ട്. എല്ലാവർക്കും എൻ്റെ വന്ദനം. ഞാനൊരു കുറച്ച് പഴയൊരു കവിത വായിക്കാം.
പഴയ കവിത വെച്ചാൽ ഈ കവിത എഴുതിയൊരു സംഭവത്തിലാണ്. ആ സംഭവം എന്ന് വെച്ചാൽ വയലാർ രവിയുടെ പേരക്കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ ചോറ് കൊടുത്തു. ചോറ് കൊടുത്തതിന് ശേഷം സംഭവിച്ചത് ഇപ്പം ഭയങ്കര പ്രശ്നമാവാൻ കാരണം എന്തായിരിക്കും? വയലാർ രവിയുടെ ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. അതൊരു കാരണം. അപ്പോൾ അമ്പലം അശുദ്ധമായി. ഒരു കുട്ടിയാണെന്ന് അറിയുന്നത്. ഒരു കുട്ടിയാണ് അവിടെ കൊണ്ടുപോണത്. ഉണ്ണിക്കണ്ണൻ്റെ സ്ഥലമാണ് ഗുരുവായൂർ. അവിടെ ഈ കുട്ടി ചെന്നുകൊണ്ട് അശുദ്ധമായി എന്ന് പറഞ്ഞ് പുണ്യാഹം തെളിക്കാൻ പോയി. തെളിച്ച് പറയില്ല, തീരുമാനത്ത് പുണ്യാഹം തെളിച്ചു, അമ്പലം ക്ലീനായി. ഒരു കുട്ടി കയറിയതിൻ്റെ പാവൊക്കെ അവർ കഴുകിക്കളഞ്ഞു. അന്ന് എഴുതിയൊരു കവിതയാണ് ഇത്. ഈ അടുത്തിടെ ഞാനൊന്ന് വീണ്ടും ഇട്ട് നോക്കി. പഴയ കവിത വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് വീണ്ടും ഇട്ടു. അത് വീണ്ടും ഇടാൻ കാരണം ഒരു സിനിമാ താരമോ മറ്റോ ഒരു വനിത എന്നിട്ട് അവിടെ കുളത്തിൽ കാല് കഴുകി. അപ്പോൾ തീരുമാനിച്ചാൽ അതാകെ പുണ്യം തെളിക്കാൻ തീരുമാനിച്ചു. വീണ്ടും ഞാൻ ഈ കവിത ഇട്ടപ്പോൾ ഇത് വലിയ തോതിൽ ആൾക്കാർ കൈമാറി ഷെയർ ചെയ്ത് വലിയ ആയിരക്കണക്കിന് ആൾക്കാർ ആദ്യ ദിവസം തന്നെ വായിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു കേമത്തായിട്ടല്ല, ചില സംഭവങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം പുറത്തേക്ക് വരാൻ കവിത ഒരു കാരണമായി തീരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കവിത വായിച്ചിട്ട് ആൾക്കാരെ പ്രബുദ്ധരാകുന്നല്ല, അത്തരം അവകാശവാദം എനിക്കില്ല, പ്രത്യേകിച്ച് എൻ്റെ കവിതയെക്കുറിച്ചില്ല. പക്ഷെ ജനങ്ങളിലുള്ള ചില വികാരങ്ങൾ പുറത്തേക്ക് വരാൻ ചിലപ്പോൾ നമ്മുടെ കവിത സഹായിച്ചു വരും. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങേറ്റം സന്തോഷത്തോടു കൂടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നടക്കുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേരിലുള്ള വായനശാലയുടെ വീട്ടുമുറ്റ സദസ്സ്. പിന്നെ ഈ നാട്ടിക മണപ്പുറം എന്ന പ്രദേശം എൻ്റെ സാഹിത്യ ജീവിതത്തിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ സുഭാഷിൻ്റെ നാട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. തളിക്കുളത്താണ് ഞാൻ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവാറില്ല. മിക്കവാറും താമസം പ്രദീപിൻ്റെ വീട്ടിലാണ്. അങ്ങനെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നാട്ടിക മണപ്പുറത്ത് നടന്ന ഓരോ സംഭവങ്ങളും എൻ്റെ ഉള്ളിൽ ഒലിച്ചിട്ടുണ്ട്. സീതയുടെ ആംഗ്ലയുടെ അത്യധികം വേദനാജനകമായ മരണം, എന്നതുപോലെ എങ്ങനെയൂരെ ശങ്കര കൃഷ്ണൻകുട്ടി എന്ന് 2 പേരെ കൊലപ്പെടുത്തിയത്. ഒരു തോണിയിൽ വിളിച്ചിരുന്നിട്ടാണ് രാത്രി ആ കൊലപാതകം നടത്തിയത്. അതൊക്കെ വലിയ ഞങ്ങളവിടെ പോയിരുന്നു, അശോകനും ഞങ്ങളൊക്കെ പോയിരുന്നു അവിടെ. ആ സംഭവം എൻ്റെ ആദ്യത്തെ കവിത എന്ന നിലയ്ക്ക് ലോകം എൻ്റെ ഈ പേര് കേൾക്കുന്ന ആദ്യത്തെ കവിത. ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ. ആ വർത്തമാനങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിക മണപ്പുറം എനിക്ക് കവിത തന്നൊരു മണ്ണാണ്. അന്ന് ഇവിടെ DYFIയുടെ സമ്മേളനമൊക്കെ ഉണ്ടാകുമ്പോൾ DYFIയുടെ സമ്മേളനവും കവിയരങ്ങും അങ്ങനെ അത്രയേറെ സാഹിത്യ പരിപാടികൾ നടക്കുന്നൊരു മണ്ണാണ് നാട്ടിക മണപ്പുറം. കവിത വിളഞ്ഞ, സിനിമ വിളഞ്ഞ, നാടകം വിളഞ്ഞ മണ്ണാണിത്. അവിടെയാണ് ഇത് നടക്കുന്നത്. വേറെ എവിടെയാണ് ഇത്രയും ആൾക്കാർ വന്നിരിക്കുക ഒരു വീട്ടുമുട്ടി സദസ്സിൽ? എന്നാൽ അശോകൻ കൃത്യസമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കവിയരങ്ങ് കഴിഞ്ഞിട്ട് മൈക്ക് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഞാൻ കവിത വായിക്കും. ചൂടുള്ള ചായ വെള്ളം ധാരാളം മരുന്ന്. യെസ്, അതേക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമക്കുമ്പോൾ വിചാരിക്കും ഇത് കവിതയുള്ളതാണ്. എന്തൊരു അർത്ഥമാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ വായിക്കും. പുണ്യാഹം തളിക്കുക എന്നാണ് കവിതയുടെ പേര്. പുണ്യാഹം തളിക്കുക ഭക്തിക്കു പിഴയിട്ട പ്രാകൃതാചാരങ്ങൾ തൻ ജീർണിച്ച ചട്ടങ്ങളിൽ. പുണ്യാഹം തളിക്കുക കൂരിരുൾ ഭരിക്കുന്ന ഗുഹയിൽ കടക്കട്ടെ നന്മതൻ തരിവെട്ടം. തലയ്ക്കു കുടുക്കായി കുടുമ വളരുന്നു, ആദ്യത്വ കടുങ്കെട്ടായി പൂണുനൂൽ വിരിയുന്നു, പൂണുനൂൽ വരിയുന്നു. കാലത്തെ അറിയാത്ത മന്ദൻ തലകൾക്കുള്ളിൽ
കാലത്തെ അറിയാത്ത മന്ദൻ തലകൾക്കുള്ളിൽ വെളിവു വീഴാനൽപ്പം പുണ്യാഹം തളിച്ചാലും കുന്തിച്ച ബ്രാഹ്മണ്യത്തിൻ തിമിരം ബാധിച്ചവർ ജാത്യാഭിമാനത്തിന്റെ ചെളിയിൽ പുളയ്ക്കുന്നോ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹം പതിവാക്കി അന്ധവിശ്വാസങ്ങൾ തൻ ഇരുളിൽ മയങ്ങുന്നോർ ഭക്തരെ പടിപ്പുറം നിർത്തി അകത്തേറി ഭണ്ഡാര പുളിപ്പന്മാർ മടികൾ നിറയ്ക്കവെ പുണ്യാഹം തളിക്കുക പാപത്തെ പുണ്യമാക്കി കെട്ട നീതിതൻ കോലം കെട്ടുന്ന ശാസ്ത്രങ്ങളിൽ പാടത്തും പറമ്പിലും പണിഞ്ഞു മുടിഞ്ഞവർ പുറത്തു നിൽപ്പാണല്ലോ മന്ദിരമുണ്ടാക്കിയോർ പൂജാരിമാരെ തീറ്റിപ്പൊറ്റിയോർ മേലാളർക്ക് മാളിക പണിഞ്ഞവർ പുറത്താണ് അയിത്തക്കാർ അവരെ പുറത്താക്കി ദൈവത്തെ അടച്ചൊരാ കൈകളിൽ തളിക്കുക പുണ്യാഹം വീണ്ടും വീണ്ടും ഒരൊറ്റ വൃക്ഷത്തിലെ വിത്തുകൾ പലപാട് ചിതറിത്തെറിച്ചതിൽ ഭേദചിന്തതൻ വൈരം മതങ്ങൾ നാനാജാതി വേലികൾ പണിതീർത്ത തലയിൽ വിവേകത്തിൻ പുണ്യാഹം തളിക്കുക കുളത്തിൽ പുണ്യതീർത്ഥ കിണറ്റിൽ ശ്രീകോവിലിൻ നടയിൽ മാലകെട്ടും പുരയിൽ മണ്ഡപത്തിൽ പ്രസാദം ഓരോ നുള്ളു വിതറും പടിയിന്മേൽ പുണ്യാഹം തളിക്കുക സംശുദ്ധിയാർന്നീടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കവിയരങ്ങ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറെ കൗതുകത്തോടെ നമുക്കൊരു കൊച്ചുകുട്ടിയെ കൊണ്ട് ഒരു കവിത ചൊല്ലിക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു കുടുംബമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാസ്റ്റർ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ വന്നത്. തിരക്കുണ്ട്, കവികൾക്ക് എല്ലാവർക്കും പോകാൻ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട നന്ദകിഷോറിനെ ഒരു കവിത ചൊല്ലുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ടു പിന്നെയും എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞു പോയി, മേച്ചു
മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ പതിവു പോൽ കൊത്തി പിരിഞ്ഞു പോയി. മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്ത്, ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്തു താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ, ഒരു പാട്ടു പിന്നെയും പാടവേ, തൻ കൊച്ചു ചിറകിന്റെ നോവു മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെ ആ വിരിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ. ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. എന്താ പറയണ്ടേന്നറിയില്ല. അത്രയും മനോഹരമായി നന്ദകിഷോര് കവിത ആലപിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, നല്ല കുട്ടിയാണ്. ഏത് സ്കൂൾ തല പരിപാടിക്കും ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ മോനെ കൊണ്ടൊരു കവിത ചൊല്ലിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വിളിച്ചു വരുത്തിയത്. എല്ലാവരുടെ മനസ്സിലും നന്ദകിഷോറിന്റെ മുഖവും ഗാനവും മങ്ങാതെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി നമ്മളുടെ KR സീത അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി കവിത ചൊല്ലുന്നതിന് വേണ്ടി രേഖ സീതിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് വേട്ടക്കാരൻ്റെ വീട്. വേട്ടക്കാരൻ്റെ വീട്. ചൂണ്ടക്കുളത്തിലെ തുമ്പിലെ ഇരയുടെ പിടച്ചിൽ വേട്ടക്കാരൻ്റെ വീട്ടിലും പ്രതിഫലിക്കാറുണ്ട്. ചൂണ്ടക്കുളത്തിലെ തുമ്പിലെ ഇരയുടെ പിടച്ചിൽ വേട്ടക്കാരൻ്റെ വീട്ടിലും പ്രതിഫലിക്കാറുണ്ട്. അറിയാതെ പെയ്യുന്ന മഴയിൽ നനഞ്ഞു കുതിരുന്ന തുണിയായി വേട്ടക്കാരൻ്റെ വീടും കണ്ണീരാൽ ചുളുക്കപ്പെടുന്നു. കാടിനോടടുക്കുമ്പോൾ അടുത്തുനിന്ന മരങ്ങൾ അകലെയാകുന്നത് പോലെ വേട്ടക്കാരൻ വീടിനോട് ഒരുപാട് ദൂരെയാണെന്ന് കാണും. ഇരയുടെ പകപ്പും വെറുപ്പും കടുത്ത വേനലായി ആ വീടിനെ ചുട്ടുപൊള്ളിക്കാറുണ്ട്. വേട്ടക്കാരന് മേലേൽക്കുന്ന ഓരോ ആണിയും തറയ്ക്കുന്നത് ആ വീടിന് മേലെയാണ്. മഴപ്പെയ്ത്ത് കഴിഞ്ഞിട്ടുള്ള മഴപ്പെയ്ത്ത് പോലെ ദീനദീനം കരയുന്ന മുറിവേറ്റ പക്ഷിയായി ആ വീട് പരിവർത്തനപ്പെടുന്നു. ചുളുങ്ങി കറുപ്പുടുത്ത വീടിന്മേൽ എത്ര കുമ്മായം ചേർത്തിട്ടും വെണ്മയാകുന്നേയില്ല. വീട് പിളർന്നു പോയിട്ടും തുന്നാരം പക്ഷികളെ പോലെ വീണ്ടും വീണ്ടും ആ വീടിനെ വീട്ടുകാർ തുന്നിക്കൊണ്ടേയിരിക്കും. കാട് എന്നുള്ളത് വെറും തോന്നലാണെന്നും ഓരോരുത്തരും ഓരോ തുരുത്താണെന്നും വേട്ടക്കാരൻ്റെ വീട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാട് എന്നുള്ളത് വെറും തോന്നലാണെന്നും ഓരോരുത്തരും ഓരോ തുരുത്താണെന്നും വേട്ടക്കാരൻ്റെ വീട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദി. അടുത്തത് കണ്ണൻ കേറ്റി. അങ്ങനെ പീതാംബരൻ്റെ പേരിലൊരു വായനശാലയും വീട്ടിലുള്ള സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം സഖാവ് എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇതേപോലെ ക്ലാസ് എടുക്കുകയും ഞങ്ങളോടൊക്കെ ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഞാനും ഒരു സഖാവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു ചെറിയ കവിത വായിക്കാം. വിപ്ലവമല്ല, പ്രണയം. കെട്ടാത്ത പുരയിൽ നിലാവ് ചോർന്നൊലിച്ച് എന്നെ നനച്ച ധനുക്കുളിരിൽ പ്രണയമേ നിനക്ക് എന്ത് ചന്തമായിരുന്നു. കെട്ടാത്ത പുരയിൽ നിലാവ് ചോർന്നൊലിച്ച് എന്നെ നനച്ച ധനുക്കുളിരിൽ പ്രണയമേ നിനക്ക് എന്ത് ചന്തമായിരുന്നു. ചന്ദന നിലാച്ചേല വാരി ചുറ്റി നീ വന്ന നിശയ്ക്ക് എന്ത് നിറമായിരുന്നു. ചന്ദന നിലാച്ചേല വാരി ചുറ്റി നീ വന്ന നിശയ്ക്ക് എന്ത് നിറവായിരുന്നു. നീ അരികിലുണ്ടെന്നതുപോൽ നേരായിരുന്നു. നീ അരികിലുണ്ടെന്നതു നേരായിരുന്നു. ഇന്നീ ചില്ലുജാലക കണ്ണിലൂടെ നിയോൺ ഒലിച്ചിറങ്ങുമ്പോൾ, ഇന്നീ ചില്ലുജാലക കണ്ണിലൂടെ നിയോൺ ഒലിച്ചിറങ്ങുമ്പോൾ, ശീതീകരിച്ച മുറിയിൽ ഉമ്പായി പാടുമ്പോൾ, ശീതീകരിച്ച മുറിയിൽ ഉമ്പായി പാടുമ്പോൾ പ്രണയമേ നീ തന്നുപോയ മുറിവായിലിത്തിരി, പ്രണയമേ നീ തന്നുപോയ മുറിവായിലിത്തിരി നിലാത്തുള്ളി ഇറ്റിക്കാൻ പ്രാണൻ പിടയ്ക്കുന്നു. പ്രണയമേ നീ തന്നുപോയ മുറിവായിലിത്തിരി നിലാത്തുള്ളി ഇറ്റിക്കാൻ പ്രാണൻ പിടയ്ക്കുന്നു. പ്രാണൻ പിടയ്ക്കുന്നു. സ്നേഹം. നമ്മുടെ നന്ദി കടമാഷൻ. നമ്മുടെ കവികൾക്ക് കുറച്ചു കഴിഞ്ഞാൽ പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അടുത്തതായി തിയോ ശ്രീ ചാക്കോടിയെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി
ക്ഷണിക്കുന്നു. ഫ്രണ്ട്ലിക്ക ചെറുതാ ഇംഗ്ലീഷ് കാണാം. നറുവെണ്ണിലാവിൻ മഞ്ചം തീരും മന്ദാരമേ കൺമഷിനി കൺമണിയിൽ ചെറുതെന്നൽ മെന്നൽ തമ്മിൽ ചേരും കിന്നാരമ സുന്ദരിയേ വെണ്ണിലവേ തേമൊഴിയേ കൺകുളിരി കണ്ടു നിന്നെ കണ്ണീവയിൽ പൊന്നുതിരും കാവൽ മാടം ചോനതെന്തിനോ മൂവന്തിയും വാർമുകിലും വാതിൽ ചാടും നേരത്തെന്തിനോ മൺപാതയിൽ നിൻ പാദമായി നിഴമൂടുവാ വെൺമത്തയിൽ നിൻ ശ്വാസമായി മയങ്ങിടുവാ കുളിർ പോയിട്ട് വീഴും മാഴങ്ങൾ നിൻ നെഞ്ചിൽ തഞ്ചും മോളങ്ങൾ കനിവണ്ടു തേടും പോവിതൽ ഹോ നില്ല ചെയ്യും മാനങ്ങൾ സുന്ദരിയേ വെണ്ണിലവേ തേമൊഴിയേ കൺകുളിരെ കണ്ടു നിന്നെ കണ്ണീരിൽ പൊന്നോതിരും കാവൽ മാടം ചോനതെന്തിനോ മുഖവന്തിയും വാർമുകിലും വാതിൽ ചാരം നേരത്തെന്തിനോ
കണ്ണിമനത് கண்ணி வரும் பாவம் என்ன செய்யக்கூடும் தரர என்ன சொன்னது நீ சொன்னாலும் கேட்பதில்லை கண்ணிமனத Thank you. ശ്രീ ചാക്കോടി അന്തിക്കാട് ഒരു കവിത ചൊല്ലും. അതുകൂടി നമുക്ക് ആ പരിപാടികൾ ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ഇന്നലെ കേരള സാഹിത്യ അക്കാദമിയുടെ MT ഓഡിറ്റോറിയത്തിലേക്ക് രാവിലെ മുതൽ കാവ്യശിക്കയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയോടനുബന്ധമായിട്ട് കാവ്യശിക്ക പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് വേഴ്സ് ദാറ്റ് ഡാൻസ്. ഇന്നലെ നാറാമത്തെ പ്രാന്തൻ കവിതയുടെ 40 ആണ്ട് എന്നുള്ള രീതിയിൽ കവിക്കൊത്തുള്ള ഒരു ദിവസമായിരുന്നു. പ്രൊഫസർ വി മധുസൂദൻ നായർ ഒത്തുള്ള വലിയ സംവാദങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ശോഞ്ചേരുവിലായിരുന്നു. ഏറ്റുവാങ്ങിയത് സാറ മാമാണ്, ഞങ്ങളുടെ കാവ്യശിക്കയിലുള്ള സാറാണ്. ഈ പുസ്തകം കാവ്യശിക്കയുടെ 2ാമത്തെ ഇംഗ്ലീഷ് ബുക്കാണ്. 5, 8, 6, 7 ഒക്കെ ബുക്കുകൾ വേറെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ ഒരു കവിതയുണ്ട്, ഡെവലപ്മെന്റ്. ചെറിയ കവിതയാണ്, രാഷ്ട്രീയ ഹാസ്യത്തിലുള്ളതാണ്. ഒരു മലയാളം ഞങ്ങൾ കുറേ പേര്, സച്ചിദാനന്ദ മാഷ് അടക്കം കുറേ പേരാണ് കാവ്യശിക്കയുടെ തിരഞ്ഞെടുത്ത കുറേ മലയാളം കവിതകൾ ഇംഗ്ലീഷിലാക്കിയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ യൂണിവേഴ്സൽ തലത്തിലുള്ള ഒരുപക്ഷെ പെൻകിനൊക്കെ ഇറക്കുന്ന പുസ്തകത്തിന്റെ ഒപ്പം തന്നെ പിടിക്കുന്ന രീതിയിൽ മഹത്തായ ഒരുപാട് കവികളുടെ 150-150ഓളം കവിതകൾ ഉള്ളതാണ്. അതിനകത്ത് ഡെവലപ്മെന്റ്, പിന്നെ മലയാളം നമ്മൾ ഈ വികസനം എന്നുള്ള രീതിയിലാണ്. ഇഷ്ടകവിതയിൽ ഒരിക്കൽ ഫേസ്ബുക്കിൽ രാവണി മാഷ് തെരഞ്ഞെടുത്ത് ഇഷ്ടകവിതയിൽ ഇട്ടതാണ്. അപ്പോൾ ഈ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ഒരു ബുൾഡോസർ ചേരിയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയായിരുന്നു അതിന്റെ വരികൾ. ആ വരികൾ അതേപോലെ പറയുന്നില്ല. അപ്പോ ചേരി നിർമ്മാർജ്ജനമാണ്. അപ്പൊ അതിനങ്ങനെ പോകുമ്പോൾ ഒരുപാട് കുലഘോഷമായ ചർച്ചകൾ നടക്കുകയാണ് അവിടെ. ഈ വികസനത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു, പ്രോഗ്രസ്, എല്ലാവരും കൈയടിക്കുന്നു, ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് ഗംഭീരമായ സ്വീകരണങ്ങൾ കൊടുക്കുന്നു. ഭരണാധികാരികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഏകാധിപതികളായിട്ടുള്ള ആളുകൾ ഉള്ള അപ്പൊ ആ തലത്തിൽ വരുമ്പോ ഹെയിൽ, അപ്പോ ഈ ചേരികൾ ഗരീബി ഹട്ടാവോ, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ലേബൽ മുദ്രാവാക്യത്തിലാണ് ഈ ബുൾഡോസർ നീങ്ങുന്നത്. അങ്ങനെ കൈകോർത്ത് നിൽക്കുന്ന ഇവരെല്ലാവരും കൂടി കൈപിടിച്ചു ഹെയിൽ വാട്ട് എ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു, എന്തൊരു വികസനം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള മുദ്രാവാക്യം ഈ ബുൾഡോസർ പറയുന്ന രീതി. അപ്പൊ നമുക്കതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: വിത്ത് ദ സ്ലോഗൻ eradicate and eliminate poverty. With the slogan eradicate and eliminate poverty written on the forehead, the bulldozers moving towards slums. Bulldozers moving towards slums. The authorities just stopping the debate on democracy. The authorities just stopping the debate on democracy and progress. Then clapping hands together, the literary world shouted in ecstasy, "Hail, what a development! Hail, what a development! All lives in the world must be living in bliss. Loga samasta sukhino bhavantu." All lives in the world must be living in bliss. Loga samasta sukhino bhavantu. തീർച്ചയായിട്ടും സുഭാഷിണി ടീച്ചറുടെ ഈ വീട് ഇങ്ങനെ മാത്രമല്ല, ഇതിലോ ഈ കേരളത്തിലെ 947 പഞ്ചായത്തുകളിലും കുടുംബ സദസ്സുകളും തന്നെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഇനി ഗ്രാസ് റൂട്ടിലേക്ക് ഏറ്റവും സെക്യുലർ ഇടങ്ങളാണ്.
നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ ജൈവപരമായ നിലനിൽപ്പിന് സാംസ്കാരികമായ ബദൽ ആയി മാറുന്നത് വീട്ടുമുറ്റ സദസ്സുകൾ, നാടകവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. സെക്യുലർ ഇടങ്ങൾ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മതങ്ങൾ കൈയടക്കി അവരുടെ സ്ഥലങ്ങൾ വയ്ക്കുന്നേക്കാളും ക്രിയേറ്റീവ് ആൻഡ് സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്. അതുകൊണ്ട് ഈ ഇത്തരം സംഗതികൾ മുന്നോട്ട് പോകുന്നു. തുരുത്ത് പോലെയുള്ള ടീച്ചറുടെ കവിത ഷൂട്ട് ചെയ്തതും ഈ വീട്ടിൽ വെച്ചിട്ടാണ്. ടീച്ചർ മനോഹരമായി അഭിനയിക്കാൻ ശേഷിയുള്ള ഒരു അഭിനേത്രം കൂടിയാണെന്ന് തെളിയിച്ചതാണ്. ഇവിടെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും ഈ വീട്ടുമുറ്റത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഇനിയും ചില പ്രോജക്റ്റുകളുണ്ട്, നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അതിന് വീട് വിട്ട് ചൂടായിട്ട് ഇറങ്ങി പോകണം മകനായിട്ട് ഇവനാണ് എൻ്റെ മകൻ തുരുത്തി. അഭിവാദ്യങ്ങൾ. ഈ സദസ്സ് നിങ്ങൾ തിരക്കുള്ളാരനെങ്കിൽ യാത്രകളാരാണ്, പക്ഷെ ഇത് ഉള്ളവരെല്ലാം ലൈവ് പോകുന്നുണ്ട്. ബാക്കിയുള്ളത് വേറെ ആരെങ്കിലും ലൈവ് കൊടുക്കണം. പ്രിയമുള്ളവരെ, തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് 500 വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ സഖാവ് KV പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള വീട്ടുമുറ്റ സദസ്സ് ഞങ്ങൾ സുഭാഷ് ടീച്ചർ വീട്ടിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്.